സോഡയുടെ ആരും കാണാത്ത ഒരു അടിപൊളി വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഫുൾജാർ സംഭാരം. ഇത് ഫുൾജാർ സോഡയല്ല, ഫുൾജാർ സംഭാരം. പക്ഷെ അത് നമ്മൾ സോഡയും സംഭാരവും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹലോ, എല്ലാവർക്കും മറിയം വ്ലോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല, ഒരു വെറൈറ്റിക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ അതാ ഒരാളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ആരാണെന്ന്. കുറച്ച് പേർക്കൊക്കെ അറിയാം. എൻ്റെ നാത്തൂനാണ്, പേര് സ്റ്റെഫി. ഹലോ ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി, ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫുൾജാർ സോഡ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഫുൾജാർ സോഡയുടെ ആരും കാണാത്ത ഒരു അടിപൊളി വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ടെസ്റ്റിങ്ങിനായിട്ട് ഇവിടെ എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നാത്തൂൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മറിയം വ്ലോഗിൻ്റെ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അർമേനിയയുടെ കുറച്ച് 2-3 എപ്പിസോഡ്സ് ആയിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറേ നല്ല റെസ്പോൺസും എല്ലാം കിട്ടി. അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇനി ജോർജിയുടെ എപ്പിസോഡ്സ് എല്ലാം വരുന്നുണ്ട്. ആരും മറക്കാതെ കാണണം. അത് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ഒരു കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇനി നേരെ കുക്കിങ്ങിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഫുൾജാർ സംഭാരം. ഇത് ഫുൾജാർ സോഡയല്ല, ഫുൾജാർ സംഭാരം. പക്ഷെ അത് നമ്മൾ സോഡയും സംഭാരവും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇതുവരെ ആരും ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഞങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കിടിലൻ സംഭവമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഫുൾജാർ സോഡയുടെ 1-2 ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തായിരുന്നു. ഏതായിരുന്നു? മിന്റിന്റെ ഒരു ഫ്ലേവറും ട്രൈ ചെയ്തു, പിന്നെ ഗ്രേപ്പിന്റെ ഫ്ലേവറും ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി ഫുൾജാർ സോഡ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മോര് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി, ഫുൾജാർ സംഭാരം പോലെ. പക്ഷെ ഇത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് ഈ ഫുൾജാർ സംഭാരം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സോഡ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വലിയ ഗ്ലാസും വേണം, ഒരു ചെറിയ ഗ്ലാസ് ഷോർട്ട് ഗ്ലാസും വേണം. ഈ ഷോർട്ട് ഗ്ലാസ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കടയിൽ പോയപ്പോൾ വേറൊരു കോമഡിയും കൂടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ആ കടക്കാരൻ ചേട്ടൻ പറയുവാണ്, ഇത്രയും നാൾ ഇതുവരെ ആർക്കും വേണ്ടാതിരുന്ന സംഭവമായിരുന്നു, പക്ഷെ ഇപ്പം ഇതിനാണ് ഇവിടെ ഏറ്റവും ഡിമാൻഡ്. കാരണം നമ്മൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ത് നോക്കിയാലും ഇപ്പോൾ ഫുൾജാർ സോഡ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫുൾജാർ സോഡയിൽ നമുക്കറിയാം മിന്റിന്റെ നീരാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് മിണ്ടല്ല, ഇത് കറിവേപ്പില മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിന്റെ ജ്യൂസ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കറിവേപ്പിലയുടെ നീരാണ് നമുക്കിതിന് വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് ഇത് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും പിന്നെ ഇവിടെ കാന്താരി മുളക് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരു 2 സ്പൂൺ നമുക്ക് വേണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. പിന്നെയുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് മോരും വെള്ളമാണ്. പക്ഷെ ഞാനിത് ഒരു കുറച്ച് പുളിയുള്ള തൈര് എടുത്തിട്ട് അത് വെള്ളം ഒട്ടും ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഇതിനകത്തോട്ട് ഇനി സോഡ ഒഴിക്കുമല്ലോ, അപ്പൊ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഭയങ്കര ഡയലൂട്ട് ആയി പോകും. അപ്പം ഞാൻ പറയുന്നത് ഇത് തൈര് എടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഫുൾജാർ സംഭാരം ഉണ്ടാക്കാൻ പോയാലോ? കുടിച്ചായിരുന്നോ ഇതിനു മുമ്പ് ഫുൾജാർ സംഭാരം? ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുറെ സോഡ ട്രൈ ചെയ്തായിരുന്നു. ഇല്ല വീഡിയോസ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒത്തിരി വൈറലായിട്ട് നടക്കുന്ന സംഭവമാണ്. കുടിക്കണമെന്ന് തോന്നിയായിരുന്നു ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു? അതെ, കുടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഫുൾജാർ സോഡേനെ വെല്ലുന്ന ഫുൾജാർ സംഭാരം തന്നെ നമുക്ക് ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 3 ഷോർട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റിന് കുറച്ച് കറിവേപ്പിലയുടെ നീര് ഒഴിക്കുക. 1 സ്പൂൺ വെച്ച് നമ്മൾ ഒഴിക്കുകയാണ്. വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി ഒഴിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇടുന്നു.
അതിനുശേഷം ഒഴിക്കേണ്ടത് മോരാണ്. നമ്മൾ ഉപ്പ് ഏറ്റവും ലാസ്റ്റാണ് ഇടുന്നത്. കാരണം ഈ സോഡയിലോട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഉപ്പ് ഏറ്റവും മേളിൽ വന്നാലാണ് നന്നായിട്ട് അത് പതിഞ്ഞ് പൊങ്ങി ചാടത്തുള്ളൂ. അപ്പോൾ ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫുൾ ജാർ സംഭാരത്തിനുള്ള കാര്യങ്ങൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സോഡ എടുത്ത് വെക്കാം. പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ സോഡ ഞാൻ നിറയെ ഒഴിക്കുന്നില്ല. കാരണം എന്തായാലും നമ്മൾ ഷോർട്ട് ഗ്ലാസ് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കും കുറച്ച് സോഡ പതിഞ്ഞ് മുങ്ങി താഴോട്ട് പോകുമല്ലോ. അപ്പൊ നമ്മൾ സോഡ അത്രയും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഏകദേശം 3/4 ഗ്ലാസോളം സോഡ എടുക്കുക. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ, ഗ്രീനും വൈറ്റും. അവസാനമായിട്ട് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുവാണ്. നമ്മുടെ ഉപ്പ്. ഉപ്പ് ഒരു കുറച്ചധികം ഇടണം. പറഞ്ഞു പൊങ്ങിയാ മതി. അപ്പോൾ ഫുൾ ജാർ സംഭാരം ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ട സമയമായി. എക്സൈറ്റഡ് ആണോ? അപ്പൊ നമ്മുടെ ഫുൾ ജാർ സംഭാരം റെഡി ആയിട്ടിരിക്കുകയാണ്. ഫുൾ ജാർ സംഭാരം ട്രൈ ചെയ്യാനായിട്ട് എന്റെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയും എന്റെ നാത്തൂനും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഫസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കളയാം. ഞങ്ങൾ രണ്ടുപേരുടെ ഫസ്റ്റ് ടൈം. ഓക്കെ, അങ്ങനെ കാണിക്കണ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് ഫുൾ ജാർ സംഭാരം? ഫുൾ ജാർ സോഡ ട്രൈ ചെയ്തായിരുന്നോ? ഫുൾ ജാർ സോഡ ട്രൈ ചെയ്തു. ഏതാണ് നല്ലത്? ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ഇത്രയും നേരം ചൂടിലോ വേർത്ത് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി. കേരളത്തിൽ മഴക്കാലം തുടങ്ങിയെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ ചൂടിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഫുൾ ജാർ സംഭാരം ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് അടിപൊളി സംഭവമാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര റീഫ്രഷിംഗ് ആണ്. ആ ഒരു തൈരിന്റെ ആ ഒരു പുളിയും ആ എരിവും പിന്നെ ആ കറിവേപ്പിലയുടെ ടേസ്റ്റും പിന്നെ അവസാനം സോഡയുടെ ആ ഒരു പതച്ചിലും ആ ഒരു ഗ്യാസും ഒക്കെ കൂടുമ്പോൾ അടിപൊളി കിടിലൻ ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഒത്തിരി പുതുമയുള്ള വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സോഡ ഞാൻ നിറച്ചെടുക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഗ്ലാസ് ഇടുമ്പോൾ എന്തായാലും പതിഞ്ഞ് പൊങ്ങി കുറെ താഴേക്ക് പോകും. നമ്മൾ അത്ര സോഡ വേസ്റ്റ് ആക്കുന്നതിൽ കാര്യമില്ലല്ലോ. അത് വരുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്ക്. അടുത്ത ക്ലാസ് വയ്ക്കുമ്പോൾ ഒന്നോടെ പറഞ്ഞു ഞാൻ പറയാം.